അപ്പോൾ ഇടവേള കഴിഞ്ഞ് നമ്മൾ വേരുകളിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് പ്രജിന്റെ ചോദ്യം ഉത്തരം. അതെ, വളരെ സിമ്പിളായിട്ട് ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം ശരി ഉത്തരം പറഞ്ഞത് മുനീർ ചെമ്മനാടാണ്. ഉത്തർപ്രദേശാണ് ശരി ഉത്തരം. 80 ലോക്സഭാ സീറ്റിലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണെങ്കിലും അവിടെ 25 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഉത്തർപ്രദേശിലാണ് 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ളത്. ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ റായ്ബറേലിയും അമേഠിയും പിലിഭത്തും എല്ലാം ഉൾപ്പെടുന്നത് അതായത് ഈ സംസ്ഥാനത്താണ്. യു പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ എത്ര സീറ്റ് കിട്ടുന്നു എന്നത് വളരെ ക്രൂഷ്യലാണ്. അവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയായി ഒക്കെ മത്സരിക്കുന്നു. എന്ത് മാറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നതൊക്കെ വലിയ ചോദ്യമാണ്. വരട്ടെ, നോക്കാം അല്ലേ. യു പി ഇസ് ക്രൂഷ്യൽ. അതെ. അപ്പോൾ അടുത്ത സെഗ്മെന്റ് നേരത്തെ പറഞ്ഞു, വേരുകൾ. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ വീഴ്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്നാം UPA സർക്കാരിന്റെ കാലത്തെ 2G സ്പെക്ട്രം ലേലമാണ്. അതിൽ ഖജനാവിനുണ്ടായ നഷ്ടം 1.76 ലക്ഷം കോടി രൂപ എന്നാണ് CAG റിപ്പോർട്ട് ചെയ്തത്. 2G സ്പെക്ട്രം കേസിൽ ഒന്നാം UPA സർക്കാരിലെ ടെലികോം മന്ത്രി A രാജ മുതൽ കരുണാനിധിയുടെ മകൾ കനിമൊഴി വരെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഒടുവിൽ വാദം പൂർത്തിയായപ്പോൾ നഷ്ടം 1.76 ലക്ഷം കോടിയിൽ നിന്ന് 7,105 കോടി രൂപയായത് മാറി. പ്രത്യേക കോടതി A രാജയെയും കനിമൊഴിയെയും കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. മെയ്യിലാണ് ടെലികോം മന്ത്രിയായി A രാജ ചുമതലയേൽക്കുന്നത്. 3 മാസത്തിനുള്ളിൽ 2007 ഓഗസ്റ്റിലാണ് 2G സ്പെക്ട്രം ലേലം. ഇഷ്ടക്കാർക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി A രാജ നേരത്തെയാക്കി. എൻട്രി ഫീസ് പുതുക്കാത്തതിനാൽ കുറഞ്ഞ തുകയ്ക്ക് സ്പെക്ട്രം നൽകേണ്ടി വന്നു. ഇത് രണ്ടും മൂലം ഖജനാവിന് നഷ്ടം 1.76 ലക്ഷം കോടി രൂപ എന്നാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്തത്. സ്പെക്ട്രത്തിന് അപേക്ഷിച്ച DB ഗ്രൂപ്പിൽ നിന്ന് 200 കോടി രൂപ കലൈഞ്ഞർ TVയിലേക്ക് എത്തി. ഇത് കൈക്കൂലിയാണെന്നാണ് CBI കുറ്റപത്രം. 2G ലേലം സുതാര്യമാകണമെന്ന് കാണിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് A രാജയ്ക്ക് കത്തെഴുതിയത് അഴിമതിയെക്കുറിച്ച് സൂചന ലഭിച്ചതിനാലാണെന്നും CBI. 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമെന്ന് CAG എഴുതിയെങ്കിലും CBI 2011 സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞത് 30,984 കോടി രൂപയുടെ നഷ്ടമെന്നാണ്. വാദത്തിനിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത് 7,105 കോടി രൂപ എന്ന് മാത്രവും. DB ഗ്രൂപ്പിലെ ഷാഹിദ് ബൽവയും വിനോദ് ഗോയങ്കയും A രാജയെ ഓഫീസിലെത്തി 20 തവണ കണ്ടു എന്നാണ് CBI കുറ്റപത്രം. ഒരു തവണ എത്തിയതിന് പോലും സന്ദർശന രജിസ്റ്ററിൽ തെളിവില്ല, സാക്ഷിമൊഴികളുമില്ല. ലേല തീയതി നേരത്തെയാക്കിയത് A രാജ ഒറ്റയ്ക്കല്ല. നിരവധി സിറ്റിംഗുകളിൽ സെപ്റ്റംബർ 25 ലേല തീയതി എന്ന നിർദ്ദേശമുണ്ടായിരുന്നതായും കോടതി വിധി. 200 കോടി രൂപ കലൈഞ്ഞർ TVക്ക് നൽകിയ വായ്പ തിരികെ അടച്ചിട്ടുണ്ട്. മറ്റു ടെലിവിഷൻ കമ്പനികൾക്കും DB ഗ്രൂപ്പ് സമാന സഹായം നൽകിയിട്ടുണ്ടെന്നും കോടതി. 6-7 CAG റിപ്പോർട്ടുകളിൽ റിലയൻസ് കമ്പനിക്കെതിരെയുള്ള വിശദമായ രേഖകളും പരാമർശങ്ങളും ഉണ്ടായിരുന്നു. 2Gയിലുണ്ടായിരുന്നു, അൾട്രാ മെഗാ പവർ പ്രോജക്ട്സിലുണ്ടായിരുന്നു, കോൾ സ്കാമുമായി ബന്ധപ്പെട്ട അങ്ങനെ വിവിധ കേസുകളിൽ ആയിട്ട് റിലയൻസിന്റെ വിവിധ വിങ്ങുകൾക്കെതിരെ കേസുകളുണ്ടായിരുന്നു. പക്ഷേ എവിടെയാണതിപ്പോൾ? 2017 A രാജയെയും കന്നിമൊഴിയെയും പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കിയത്. കഴിഞ്ഞയാഴ്ച ഡൽഹി ഹൈക്കോടതിയിൽ CBI അപ്പീൽ നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അപ്പീൽ. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ ഒരുപാട് നാളെ 2G സ്പെക്ട്രം നമ്മുടെ മാധ്യമങ്ങളിൽ പിടിച്ചതാണ് അല്ലേ. ഓരോ ദിവസവും പുതിയ പുതിയ കണക്കുകളും ഒക്കെ വിവാദങ്ങളൊക്കെ ആയി മാറിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിൽ റീസെന്റ് ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആളുകളെ കുറ്റമുക്തരാക്കിയല്ലോ. ഇപ്പോൾ രാജയും കനിമൊഴിയെയും ഒക്കെ അതിനെതിരെ CBI അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീൽ ഡൽഹി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വാദം കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആ ഹർജിയുടെ തുടർ നടപടികൾ കോടതിയിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. അതിന്റെ ചാപ്റ്റർ 2 ഡൽഹി ഹൈക്കോടതിയിൽ തുടങ്ങാൻ പോകുന്നു എന്ന് വേണം കരുതാൻ.